എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഓണം ആഘോഷിക്കുമ്പോൾ ഓണം നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടേ കൊണ്ടുപോവുകയാണ്. ഗൃഹാതുരത്വമായ ഒരു ഓർമ്മയാണ്. ഇന്ന് രാവിലെ ചാത്തനാംകുളം സ്കൂളിൽ അവിടെ സ്കൂളമ്മയ്ക്ക് ഓണപ്പുടവ എന്ന പരിപാടിയുടെ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. കാരണം പലപ്പോഴും നമ്മൾ പിന്നാമ്പുറങ്ങളിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ അമ്മമാരെ മറന്നു പോകാറുണ്ട്. നമുക്ക് അന്നം തരുന്ന അന്നം ബ്രഹ്മമാണെന്നൊക്കെയാണല്ലോ പറയുക. ഈ അന്നം തരുന്ന വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ അകമെന്ന് പറയുന്നത് ഈ സ്കൂളകമാണ്. അവിടെ ഈ അമ്മമാരെ ആദരിക്കുന്ന ഒരു വലിയ ചടങ്ങ് നമുക്ക് ഇവിടേക്ക് അത് ശരിക്കും കൊണ്ടുവരേണ്ടതാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് നമ്മൾ ഓണം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം നമ്മുടെ ഈ പ്രദേശമൊക്കെ എങ്ങനെയാകുമെന്ന് വളരെ വേദനയോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാലം കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ജാതിക്കും മതത്തിനും അതീതമായി നന്മ മാത്രം സൂക്ഷിച്ചിരുന്ന കള്ളവും ചതിയുമില്ലാതിരുന്ന ഭരണാധികാരി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതായത് മഹാബലിയുടെ ചവിട്ടി താഴ്ത്തിയപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ചിന്തകൾ അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ഇന്ന് കലാപകലുഷിതമാണ് നമ്മുടെ വീട്ടകങ്ങളും നാട്ടകങ്ങളും ഒക്കെ. അതുകൊണ്ടാണല്ലോ 13 വയസ്സുകാരി ഒരു പെൺകുട്ടി സ്വന്തം താല്പര്യത്തിന് വേണ്ടി മുത്തച്ഛനെ അന്നം കൊടുത്ത് വളർത്തിയ മുത്തച്ഛനെ കൊല ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ സംഘത്തിൽ ഏർപ്പെടുത്തുക. ഇതൊന്നും ആലോചിച്ച് നോക്കാം. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഗുണവും ദോഷവും ഒക്കെ അതുണ്ട്. അപ്പൊ ഇവിടെ സ്വാർത്ഥതയുടെ തുരുത്തുകളായി നമ്മളൊക്കെ മാറുമ്പോൾ അവിടെയാണ് വേലിക്കെട്ടുകളില്ലാതെ ജാതിയും മതവും ഒന്നുമില്ലാതെ നമ്മളെല്ലാം ഒന്നാണെന്ന് സൂചിപ്പിച്ച ആ മഹാബലി മന്നനെ ഓർമ്മിക്കുക. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം പെരുന്നാടിന്റെ ഗരിമ വിളിച്ചോതിയതായിരുന്ന ഒരു കാലഘട്ടത്തിലെ സീതകളി. അതെനിക്ക് തോന്നുന്നു വിജയശ്രീ ക്ലബും അതോടൊപ്പം തന്നെ അവിടെ ഒരുപാട് ഗുരുക്കന്മാരും ഒക്കെ ചേർന്നുകൊണ്ട് സീതകൾ നടത്തിക്കൊണ്ട സമയത്തേക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. രാമനും ലക്ഷണനും പിന്നെ 2 കിണാച്ചന്മാരും എന്നൊക്കെ പറയുന്ന പഴയ കഥകളൊക്കെ രസകരമായിട്ട് പണ്ട് നമ്മുടെ ഓണനാടുകളൊക്കെ വീടുകളിൽ വന്ന് ഇവർ അവതരിപ്പിക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ നാടിന്റെ തനത് കലാരൂപമാണത്. ശരിക്കും പറഞ്ഞാൽ അതാണ് സീതകളി. അത് കാണുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവവേദ്യമാണ്. നേരത്തെ ഗിരി പറഞ്ഞ പോലെ സത്യമാണ്. കാരണം നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് ഈ സീതകളി. അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എനിക്കൊന്നും പറയാനില്ല. നമുക്ക് ഒരുമിച്ച് ആ ഓണപ്പാട്ടിന് 4 പേര് ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കാം. എല്ലാവരും ചേർന്ന് പാടാം കേട്ടോ. കാരണം ഇവിടെ നമ്മുടെ മതം എന്ന് പറയുന്നത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നുമല്ല. സ്നേഹത്തിന്റെ മതമാണ്, നന്മയുടെ മതമാണ്, ധാർമ്മികതയുടെ മതമാണ്. അതുകൊണ്ട് ആ ഓണപ്പാട്ട് ചിരപ്രതിഷ്ഠമാണ്. മാവേലി നാടുവണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങൂമുട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല ആധികൾ വ്യാധികൾ എങ്ങുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം മാവേലി നാടുവണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. എല്ലാവരെയും ഒന്നായി സ്നേഹിക്കുന്ന നാം എല്ലാം ഒന്നാണ്. ഒരമ്മ പെറ്റ മക്കളാണ്. നമ്മുടെ ശരീരങ്ങളിലൂടെ രക്തവും ഒന്ന് തന്നെയാണ് എന്നുള്ള അവബോധം ഉണ്ടായിക്കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ അന്ധമായ ജാതീയമായ വർഗീയമായ ചിന്തകളില്ലാതെ നാം എല്ലാം ഒന്നെന്നുള്ള ആ സമത്വവാദം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന മഹാബലി മന്നനെ നമ്മൾ സ്മരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലും ഈ ഓണ ദിവസങ്ങളിൽ ഈ ചിന്തകളാണ് ഉണ്ടാകേണ്ടത്. എല്ലാവർക്കും കൃത്യമായ ഓണാശംസകൾ തരുന്നു. നന്ദി, നമസ്കാരം.